നമ്മൾ അല്പസമയം ദൈവവചനം ചിന്തയ്ക്കായി എടുക്കുമ്പോൾ, ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ, ഗലാത്യരുടെ ലേഖനം 3-ാം അധ്യായം 29-ാം വാക്യം, ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 29, വചനം ഇങ്ങനെ പറയുന്നു: ആൻഡ് നൗ ദാറ്റ് യു ബിലോങ് ടു ക്രൈസ്റ്റ്, യു ആർ ദ ട്രൂ ചിൽഡ്രൻ ഓഫ് Abraham, you are his heirs, and God's promise to Abraham belongs to you. ക്രിസ്തുയേശുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു. And God's promise belongs to you. അപ്പം ഗലാത്യർ 3:29 പറയുന്നു, now that you belong to Christ, hallelujah, ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിന് അവകാശപ്പെട്ടവരായതുകൊണ്ട് ഇന്ന് വിളിച്ചു പറയണം, ഞാൻ ക്രിസ്തുവിന് അവകാശപ്പെട്ട വ്യക്തിയാണ്. ഐ ബിലോങ് ടു ക്രൈസ്റ്റ്, ഹല്ലേലൂയ. അതാണ് നമ്മളുടെ കോൺഫിഡൻസ്, നമ്മുടെ ഹോപ്പ്, അതാണ് നമ്മുടെ ധൈര്യം, അതാണ് ഞാൻ ക്രിസ്തുവിൻ്റേതാ, ഹല്ലേലൂയ. ഞാൻ ലോകത്തിൻ്റെ അല്ല, ഞാൻ ഒരു ലോകത്തിലെ ഒരു ഓർഗനൈസേഷൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസ്ഥാപനത്തിൻ്റെയോ ഭാഗമല്ല. ഐ ബിലോങ് ടു ക്രൈസ്റ്റ്, ഹല്ലേലൂയ. ഇന്ന് കൺഫെസ് ചെയ്യണം, ഇന്ന് വിളിച്ചു പറയണം, ഞാൻ ക്രിസ്തുവിൻ്റെയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ വകയാണ്, ഹല്ലേലൂയ. ഐ ബിലോങ് ടു ക്രൈസ്റ്റ്. സ്തോത്രം. ഒരു മാൻ വുമൺ കല്യാണം കഴിക്കുമ്പോൾ പിന്നെ ആ സ്ത്രീ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ എൻവയറൺമെൻറ്റിൽ ആ സ്ത്രീ അവരുടെ ഹസ്ബൻഡിൻ്റെ പേരെടുക്കും. അവരുടെ സർനെയിം പിന്നെ ഹസ്ബൻഡിൻ്റെ സർനെയിം ആകും, അല്ലേ? പേര് സ്വന്തം പേരിൻ്റെ കൂടെ പിന്നെ ഹസ്ബൻഡിൻ്റെ പേര് ചേർക്കും. എന്തോ അത് ലോകത്തിനോട് കാണിക്കുക. അതൊരു എന്നുവെച്ചാൽ ഐ ബിലോങ് ടു ദിസ് മാൻ, ഞാൻ ഈ വ്യക്തിയുടേതാണ്, ഞാൻ ഈ ആളിൻ്റേതാണ്, ഞങ്ങൾ തമ്മിൽ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അതിനകത്ത് അവിടെ കാണിക്കുന്നത്. പല സൊസൈറ്റീസിലും പല കൾച്ചേഴ്സിലും മോതിരങ്ങൾ കൈമാറും. എന്തിനാ? ഐ ബിലോങ് ടു യു ആൻഡ് യു ബിലോങ് ടു മീ, അല്ലേ? നീ എൻ്റേതും ഞാൻ നിൻ്റേതും എന്നൊക്കെ കാണിക്കാൻ, അല്ലേ? അപ്പം ആ ബിലോങ്ങിങ്നെസ് കാണിക്കാൻ വേണ്ടി, ഹല്ലേലൂയ. തിരുവചനം ഇവിടെ പറയുന്നു, ഇപ്പോഴോ, നൗ, റൈറ്റ് നൗ, അല്ലേ? നമ്മൾ ഈ വചനം പറയാം, ഞാൻ വിശ്വസിക്കുമ്പോൾ, അല്ലേ, ഞാൻ എവിടാണോ വിശ്വസിക്കുന്നത് അവിടെ വെച്ച് ആ സമയത്ത് യു ബിലോങ് ടു ക്രൈസ്റ്റ്, ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിൻ്റേതാണ്. ആൻഡ് യു ആർ ദ ട്രൂ ചിൽഡ്രൻ, ദ സീഡ് ഓഫ് ഏബ്രഹാം, അല്ലേ? നമ്മൾ ഈ ബിലോങ്ങിങ്നെസ് പറയുമ്പം റോമരുടെ 8:1 പറയുന്നു, for those who belong to Christ there is no condemnation, അല്ലേ? ക്രിസ്തുവിന് ഉള്ളവർക്ക്, ക്രിസ്തുവിന് അവകാശപ്പെട്ടവർക്ക് ഇനിയോ ശിക്ഷാവിധി ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പൊ ക്രിസ്തുയേശുവിൽ ബിലോങ് ചെയ്യുന്നവർക്ക്, ഇഫ് യു ബിലോങ് ടു ക്രൈസ്റ്റ്, നിങ്ങൾ ക്രിസ്തുവിൻ്റേതാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ശിക്ഷാവിധി ഇല്ല, ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഭാഗമായി തീർന്നാൽ, ക്രിസ്തുവിൽ ബിലോങ് ചെയ്താൽ നമ്മൾ നീതിമാന്മാരായി, നമ്മളുടെ പാപം മാഞ്ഞുപോയി, അല്ലേ? ഇനി നമുക്ക് ശിക്ഷാവിധി ഇല്ല. ഇനിയും സ്വർഗം നമ്മളെ നോക്കിയിട്ട് പറയത്തില്ല, നീ പാപിയാ, നീ കുറ്റത്തിന് അർഹരായവരാ എന്ന് പറയുന്നില്ല, ഹല്ലേലൂയ. സ്വർഗം നമ്മളെ നോക്കിയിട്ട് പറയുന്നു, നീ നീതിമാനാണ്, നീ ദൈവത്തിൻ്റേതാണ്, നീ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, അല്ലെ? നീ ദൈവത്തിൻ്റെ പൈതലാണ്. സ്തോത്രം. റോമരുടെ 8:2 പറയുന്നു, ആൻഡ് ബിക്കോസ് യു ബിലോങ് ടു ഹിം ദ പവർ ഓഫ് ദ ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ് ഹാസ് ഫ്രീഡ് യു ഫ്രം ദ പവർ ഓഫ് സിൻ ദാറ്റ് ലീഡ്സ് ടു ഡെത്ത്. വായിച്ചേ. ക്രിസ്തുയേശുവിലുള്ള ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പം 2 തരം പ്രമാണങ്ങളുണ്ട്, 2 തരം പവറുണ്ട്. ഒരെണ്ണം ജീവൻ നൽകുന്ന ആത്മാവും, 2 പാപത്തിൻ്റെ ശക്തിയും, ഹല്ലേലൂയ. അപ്പം ദ പവർ ഓഫ് ദ ലിവിങ് സ്പിരിറ്റ് വേഴ്സസ് ദ പവർ ഓഫ് സിൻ, ഹല്ലേലൂയ. ജീവൻ നൽകുന്ന ആത്മാവിൻ്റെ ശക്തിയും 2 പാപത്തിൻ്റെ ശക്തിയും. അപ്പോൾ ഈ 2 ശക്തികളും ഉണ്ട്. തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, റോമരുടെ 8:2 പറയുന്നു, നിങ്ങൾ ക്രിസ്തുയേശുവിലായതുകൊണ്ട്. ഗലാത്യർ 3:29 പറഞ്ഞു, നൗ ദാറ്റ് യു ബിലോങ് ടു ക്രൈസ്റ്റ്, അല്ലേ? നിങ്ങളിപ്പോൾ ക്രിസ്തുയേശുവിൻ്റേത് ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ക്രിസ്തുയേശുവിൻ്റേതായത് കൊണ്ട്
ടു ബിലോങ് ടു ക്രൈസ്റ്റ് എന്ന് നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ റോമരുടെ 8 പറയുന്നു, ഇപ്പോഴോ നിങ്ങൾ ക്രിസ്തുവിൻ്റേതായത് കൊണ്ട് ഹല്ലേലൂയ ജീവൻ നൽകുന്ന ആത്മാവിൻ്റെ ശക്തി നിങ്ങളെ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവിൽ നമ്മളാണെങ്കിൽ, ക്രിസ്തുവിന് അവകാശപ്പെട്ടവരാണെങ്കിൽ, ഇഫ് ഐ ബിലോങ് ടു ക്രൈസ്റ്റ്, ഹല്ലേലൂയ, ഞാൻ ക്രിസ്തുവിൻ്റേതാണെങ്കിൽ പിന്നെ എൻ്റെ മേൽ പാപത്തിന് ശക്തിയില്ല, പാപത്തിന് ഇനി എന്നെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ജീവൻ എന്നെ ഭരിക്കാൻ തുടങ്ങും. ക്രിസ്തുവിൻ്റെ ജീവൻ നൽകുന്ന ആത്മാവ് എന്നെ ഈ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് എന്നെ വിടുവിക്കും, സ്വതന്ത്രരാക്കും. ഹല്ലേലൂയ. ഇവിടാണ് ഞാൻ ക്രിസ്തുവിനെ അറിയും തോറും ദിനം തോറും ഞാൻ ക്രിസ്തുവിൻ്റെ വകയായിരിക്കുമ്പോൾ ദിനം തോറും എനിക്ക് പാപത്തിൽ നിന്ന് തിരിഞ്ഞ് പാപത്തിനോട് നോ പറയാനുള്ള ശക്തി ലഭിച്ചിട്ട് എനിക്ക് വിശുദ്ധ ജീവിതം ജീവിക്കാൻ സാധിക്കുന്നു. കണ്ടോ, നമ്മളുടെ ഓരോരുത്തരുടെയും അകത്ത് പാപത്തിൻ്റെ ശക്തിയും ജീവൻ്റെ ശക്തിയും ക്രിസ്തുവിൽ നമ്മളായി കഴിയുമ്പോൾ പാപത്തിൻ്റെ ശക്തിയെ ജീവൻ്റെ ആത്മാവിൻ്റെ ശക്തി കീഴ്പ്പെടുത്തിയിട്ട് നമ്മൾ പിന്നെ ദൈവമക്കളെന്നുള്ള ആ ഒരു ധൈര്യത്തിൽ, ദൈവമക്കളുടെ ശക്തിയിൽ നമുക്ക് പാപത്തിനെ തോപ്പിച്ച് പാപത്തിനെ ജയിച്ച് ജീവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. 8:3 പറയുന്നു, റോമർ 8:3 പറയുന്നു, നിയമത്തിന് ചെയ്യാൻ പറ്റാത്തത് ഹല്ലേലൂയ ദൈവം ചെയ്തെടുത്തു. എങ്ങനെ ചെയ്തെടുത്തു? പണ്ട് നമ്മളുടെ പാപ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയണമെങ്കിൽ ആരെങ്കിലും നമ്മളോട് പറയണമായിരുന്നു, നിങ്ങൾ പാപം ചെയ്താൽ നിങ്ങൾ മരിക്കും, പാപം ചെയ്താൽ നിങ്ങൾ രോഗിയാകും, പാപം ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും എന്നാരെങ്കിലും പറയും, അല്ലെങ്കിൽ നമ്മൾക്ക് ഭയമുണ്ടാകും. പക്ഷേ ഇന്നോ ജീവൻ നൽകുന്ന ആത്മാവിൻ്റെ ശക്തി നമ്മളുടെ അകത്തുള്ളത് കൊണ്ട് ആരും പറഞ്ഞു തരണ്ട, നിയമം നമ്മളോട് പറഞ്ഞു തരണ്ട, നീ പാപം ചെയ്താൽ അങ്ങനെ സംഭവിക്കുമെന്ന്. ജീവൻ നൽകുന്ന ആത്മാവിൻ്റെ ശക്തി പാപത്തിനോട് മിണ്ടാതിരിക്കാൻ പറയും. പാപത്തിൻ്റെ ചിന്ത വരുമ്പം ആ ചിന്തയെ ഒതുക്കിക്കളയും. ഹല്ലേലൂയ. നിയമത്തിന് നമ്മളെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. നിയമത്തിന് ചെയ്യാൻ പറ്റാത്തത് ദൈവത്തിൻ്റെ ശക്തിക്ക് ചെയ്യാൻ സാധിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെ ദൈവസ്നേഹം കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളുടെ അകത്തിട്ട് തന്നിട്ട് നമ്മളെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിച്ചു. ഹല്ലേലൂയ. ഒരു കള്ളു കുടിക്കുന്ന വ്യക്തി, പുക വലിക്കുന്ന വ്യക്തി, ദേഷ്യപ്പെടുന്ന വ്യക്തി, അയാളുടെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിക്ക് ഇടം കൊടുത്തപ്പം അയാളുടെ അകത്ത് എന്ത് സംഭവിച്ചു? അയാൾ ആ പാപം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അയാളെ നിയന്ത്രിച്ചിട്ട് അയാളെ ആ പാപത്തിൻ്റെ വഴിയെ പോകാൻ സമ്മതിക്കത്തില്ല, പാപം ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇത് നിയമമല്ല അയാളെ നിയന്ത്രിച്ചത്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ് ഇയാളെ നിയന്ത്രിച്ചത്. ഹല്ലേലൂയ. കണ്ടോ, ഗലാത്യർ 3:29 പറഞ്ഞു, നൗ ദാറ്റ് യു ബിലോങ് ടു ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇപ്പോഴോ നിങ്ങൾ ക്രിസ്തുവിൻ്റേത് ആയതുകൊണ്ട്. സ്തോത്രം. റോമരുടെ ലേഖനം 7-ാം അധ്യായം 23 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. റോമൻസ് ചാപ്റ്റർ 7 വേഴ്സ് നമ്പേഴ്സ് 23 until 25. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തിന് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അപ്പൊ ഒരു മിനിറ്റ്, അതിങ്ങനെ വചനം പറയുന്നത് 23 പറയുന്നു, എൻ്റെ അവയവങ്ങൾക്കകത്ത് ഒരു പോരാടുന്ന ശക്തിയുണ്ട്, അവയവങ്ങളെയും കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കൈകളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന, ശരീരത്തിൻ്റെ പല അവയവങ്ങളെയും കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന, കണ്ണ് വേണ്ടാത്ത കാര്യങ്ങളെ നോക്കും, ചിലപ്പം കാത് വേണ്ടാത്ത കാര്യങ്ങളെ കേൾക്കും, വാ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കും, വേണ്ടാത്ത കാര്യങ്ങൾ ഭക്ഷിക്കും, കയ്യും കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കും. ഹല്ലേലൂയ. പല വിധത്തിൽ മോശമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ അവയവങ്ങളുടെ അകത്തൊരു പാപം കിടപ്പുണ്ട്. ഹല്ലേലൂയ. അതെന്ത് ചെയ്യുന്നു? അതെൻ്റെ മനസ്സിനോട് യുദ്ധം ചെയ്യുന്നു. അതൊന്ന് വായിച്ച് 23. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. കണ്ടോ, അങ്ങനെയല്ലേ? കാല് പറയും എനിക്ക് അങ്ങോട്ട് പോകണം, അപ്പോൾ അകത്തിരുന്നിട്ട് ഇങ്ങനെ അയ്യോ അങ്ങനെ പോയാൽ
പാവം, അങ്ങനെ പോയാൽ തെറ്റ്, അങ്ങനെ ചെയ്യല്. കണ്ണിന് ചിലത് കാണണമെന്ന് ആഗ്രഹമുണ്ട്, കണ്ണ് കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കും. കുറേ നേരം നോക്കിയിരുന്ന് കഴിയുമ്പം മനസ്സകത്തിരുന്നിട്ട് പറയും, അയ്യോ അത്രയും നേരം കണ്ടു, എന്തു ചെയ്യും, എങ്ങനെ ആവും എന്ന് പറയും അല്ലേ. അപ്പം നിയമത്തിന് അതിനെ നേരെയാക്കാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവിൻ്റെ ശക്തിക്കോ ആത്മാവിൻ്റെ ശക്തിക്കോ ഈ തെറ്റിപ്പോകുന്ന അവയവങ്ങളെ നേരെയാക്കാൻ പറ്റും, പിടിച്ചു നിർത്താൻ പറ്റും. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറയുക, there is another power within me that is at war with my mind. എൻ്റെ പ്രലോഭനങ്ങൾ യുദ്ധം ചെയ്യുക എന്നോട്, എനിക്ക് എൻ്റെ ആവേശങ്ങൾ, എൻ്റെ ടെംപ്റ്റേഷൻസ്, എനിക്കിത് ചെയ്യണം എന്നുള്ള ആസക്തി യുദ്ധം ചെയ്യുക എൻ്റെ മനസ്സിനോട്. ദിസ് പവർ മേക്സ് മീ എ സ്ലേവ് ടു ദ സിൻ ദാറ്റ് ഇസ് സ്റ്റിൽ വിതിൻ മീ. കണ്ടോ, ഈ പാപം ചെയ്യണമെന്നുള്ള ആ ശക്തി, പാപത്തിൻ്റെ ഉള്ള ആകർഷണം എൻ്റെ അകത്ത് കിടന്ന് എന്നോട് യുദ്ധം ചെയ്യുക. നീ അത് ചെയ്യ, നീ അങ്ങനെ പറ, രണ്ടെണ്ണം പറയങ്ങോട്ട്, ദേഷ്യപ്പെട, കുറ്റപ്പെടുത്ത്, വേണ്ടാത്തതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ആശ്വാസം അല്ലേ. പക്ഷേ പൗലോസ് പറയുക, ഇത് യുദ്ധം ചെയ്യുക, എൻ്റെ അകത്ത് കിടന്ന് യുദ്ധം ചെയ്യുക. എന്നിട്ട് 24-ാം വാക്യത്തിനകത്ത് പറയുക, അയ്യോ എന്തൊരു അരിഷ്ട മനുഷ്യനാ ഞാൻ, ഓ വാട്ട് എ മിസറബിൾ പേഴ്സൺ ഐ ആം. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ജഡത്തിന് കീഴ്പ്പെടണോ അതോ എന്താ ചെയ്യണ്ടേ? അങ്ങനെ പറഞ്ഞു വന്നിട്ട് 25-ാം വാക്യത്തിൽ പറയുക, ഓ താങ്ക് ഗോഡ്, ദി ആൻസർ ഇസ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ആർ ലോർഡ്. കണ്ടോ, എനിക്ക് ഉത്തരമില്ലാതെ നിൽക്കുന്ന ആ മേഖല, ഞാൻ എന്ത് ചെയ്യും? ഞാൻ പാപത്തിന് കീഴ്പ്പെട്ടു പോകാൻ സാധ്യതയുള്ളിടത്ത് നിയമത്തിന് എന്നെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. നിയമം പറയും, ദേ നീ അനുഭവിക്കും. നിയമം പറയും, നിനക്കിങ്ങനെ പ്രശ്നം ഉണ്ടാകും. പക്ഷേ ഇതൊന്നും എന്നെ നിയന്ത്രിക്കുന്നില്ല. എന്ത് പ്രശ്നം വന്നാലും എനിക്ക് ആ പാപം ചെയ്യണം, എനിക്ക് 2 എണ്ണം പറയണം, എനിക്ക് 2 എണ്ണം കൊടുക്കണം, അല്ലെങ്കിൽ അത് പോയി കാണണം, ഞാനതൊന്ന് കണ്ട് തീർക്കട്ടെ, അല്ലെങ്കിൽ ഞാനതൊന്ന് ചെയ്ത് തീർക്കട്ടെ, അതിൻ്റെ സുഖം ഒന്ന് അനുഭവിക്കട്ടെ. നിയമത്തിന് എന്നെ ആ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഇന്ന് ക്രിസ്തുവിലായതുകൊണ്ട്, അതാ പൗലോസ് പറയുന്നത്, താങ്ക് ഗോഡ്, ദി ആൻസർ ഇസ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ആർ ലോർഡ്. കണ്ടോ, ദൈവത്തിൻ്റെ മഹത്വം. ഇന്ന് ആ പാപത്തിൽ നിന്ന് പിന്തിരിയാനായിട്ടുള്ള മറുപടി ക്രിസ്തുവിനകത്തുണ്ട്. ഞാൻ ക്രിസ്തുവിൻ്റേതായി കഴിയുമ്പോൾ നിയമത്തിന് എന്നെ നേരെയാക്കാൻ പറ്റാത്തതെല്ലാം ക്രിസ്തുവിൻ്റെ പ്രവൃത്തി, ആത്മാവിൻ്റെ പ്രവൃത്തി, ആത്മാവിൻ്റെ ജീവൻ എന്നെ നേരെയാക്കിയെടുത്തു. ഹല്ലേലൂയ. എന്നെ ലോകത്തിന് നേരെയാക്കാൻ പറ്റിയില്ല, നിയമത്തിന് നേരെയാക്കാൻ പറ്റിയില്ല, ഭീഷണി എന്നെ നേരെയാക്കിയില്ല, ഭയം എന്നെ നേരെയാക്കിയില്ല. പക്ഷേ ഞാൻ ക്രിസ്തുവിൻ്റേതായി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെയായി. ഓ ഹല്ലേലൂയ. ഇതൊരു വലിയ കാര്യമാണ്. ഞാൻ നേരെയായി. ഭയങ്കര സന്തോഷത്തോടെ പൗലോസ് അപ്പോസ്തലൻ പറയാ, താങ്ക് ഗോഡ്, ദി ആൻസർ ഇസ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ആർ ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ ഇനിയും പാപത്തിൻ്റെ അടിമയല്ല, ഞാൻ ക്രിസ്തുവിൻ്റെ അടിമയായി തീർന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ അടിമയായി തീർന്നപ്പോൾ ക്രിസ്തു എന്നെ എന്ത് ചെയ്തു? ക്രിസ്തുവിൻ്റെ വഴിയെ എന്നെ കൊണ്ടുപോയി. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ ആകർഷിച്ചു. ആ ദേഷ്യം പൊങ്ങി വന്നപ്പോൾ അകത്തിരുന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിച്ചു. ആ ദേഷ്യത്തിന് കീഴ്പ്പെടാതെ യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട്. യേശുവിൻ്റെ സ്നേഹം എൻ്റെ അകത്തുണ്ട്. ഞാൻ പിന്നെ ആ വേണ്ടാത്ത വാക്ക് പറയാതെ ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചു. ഞാൻ വേണ്ടാത്തത് കാണാതെ എൻ്റെ കണ്ണിനെ പിന്തിരിപ്പിച്ചു. ഞാൻ എൻ്റെ അകത്തിരുന്ന് പറഞ്ഞു, ഓ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന യേശുവിന് അത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും അല്ലേ, വേണ്ട, ഞാനത് കാണുന്നില്ല. എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന യേശുവിന് ഞാൻ ആ 2 വർത്തമാനം പറഞ്ഞ ഞാൻ എൻ്റെ യേശുവിനെ വേദനിപ്പിക്കുന്നത്, വേണ്ട, ഞാനത് പറയുന്നില്ല. കണ്ടോ, നിയമത്തിന് എന്നെ നേരെയാക്കാൻ പറ്റിയില്ല, ഭീഷണിക്കും പണിഷ്മെൻറ്റിനും എന്നെ നേരെയാക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. എന്നെ ശിക്ഷാവിധി അല്ലേ, പണിഷ്മെൻറ്റ്, ശിക്ഷയ്ക്ക് എന്നെ നേരെയാക്കാൻ പറ്റിയില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ അകത്ത് എന്താ? ബിക്കോസ് ഐ ബിലോങ് ടു ക്രൈസ്റ്റ്. അതിൻ്റെ വേരെവിടാ വന്നത്? ഞാൻ ക്രിസ്തുവിൻ്റേതാ. ഞാൻ വിളിച്ചു പറഞ്ഞു യേശു എൻ്റെ കർത്താവാണ്, ഞാൻ യേശുവിൻ്റെ വകയാണെന്ന്. ഞാനിത് വിളിച്ചു പറഞ്ഞപ്പോൾ ഈ വിളിച്ചു പറഞ്ഞത് എന്ത് ചെയ്തു? എന്നിൽ ക്രിയ ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഹല്ലേലൂയ ഓരോ വ്യക്തിയും പറയണം,
ഞാൻ ക്രിസ്തുവിൻ്റെ അവകാശിയാണ്. നമ്മൾ ആ ഭാഗം മൊത്തം എടുത്തിട്ടില്ല. 3:29 ഒറ്റ ഒരു വാക്യമേ ശ്രദ്ധിച്ചുള്ളൂ. ആൻഡ് നൗ ദാറ്റ് യു ബിലോങ് ടു ക്രൈസ്റ്റ്. ഇപ്പോഴോ നിങ്ങൾ ക്രിസ്തു യേശുവിൻ്റേത് ആയതുകൊണ്ട്. കണ്ടോ? അപ്പോൾ നമ്മൾ ക്രിസ്തു യേശുവിൻ്റേത് എങ്ങനെയാകുന്നത്? നാം വിശ്വാസത്താൽ ക്രിസ്തു യേശുവിൻ്റെ ആകുന്നു. നാം ഏറ്റുപറയുക യേശുവിൻ്റെ കർത്താവ്. അത് റോമരുടെ ലേഖനം പറയുന്നുണ്ട്, നമ്മൾ വായും കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിന് ഇടം കൊടുക്കുക. നമ്മൾ കൺഫെസ് ചെയ്യണം, നമ്മൾ വിളിച്ചു പറയണം, ഞാൻ ക്രിസ്തുവിൻ്റെ അവകാശമാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ വകയാണ്. ക്രിസ്തുവിൻ്റെ വകയായിരിക്കുന്നതിനെ നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ക്രിസ്തുവിൻ്റെ വകയായതിനെ പാപത്തിൽ പെട്ടുപോകാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിൻ്റെ വകയാകുമ്പോൾ എൻ്റെ പാപത്തിനെ തോപ്പിച്ച് ജീവൻ എൻ്റെ അകത്ത് ജയമെടുക്കും. ജീവൻ നൽകുന്ന ആത്മാവ് എന്നിൽ ജയമെടുക്കും. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ വചനം പറയുക, ഇപ്പോഴോ ഞാൻ ക്രിസ്തുവിൻ്റേതായത് കൊണ്ട് യു ആർ ദ ട്രൂ ചിൽഡ്രൻ ഓഫ് ഏബ്രഹാം. നീ ക്രിസ്തുവിൻ്റേതായത് കൊണ്ട് നീ അബ്രഹാമിൻ്റെ സാക്ഷാൽ മക്കള. യു ആർ ട്രൂ ചിൽഡ്രൻ ഓഫ് ഏബ്രഹാം. അത് ഗ്രീക്ക് ട്രാൻസ്ലേഷനകത്ത് ഗലാത്യർ 3:29 ട്രൂ ചിൽഡ്രൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിജപുത്രന്മാർ എന്നൊക്കെ പറയുന്നത്, നിജപുത്രൻ അല്ലേ. തിമോത്തിയോസിനെ പൗലോസ് വിളിച്ചു, യു ആർ മൈ ട്രൂ സൺ എന്ന് പറഞ്ഞു, നീ എൻ്റെ നിജപുത്രൻ. അപ്പം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ നിജപുത്രന്മാർ നിജപുത്രിമാർ ഒക്കെ ആകുന്നത്. അതിനെ ആ വാക്യം പറയുന്നത് സീഡ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ക്രിസ്തുവിൽ ആയതുകൊണ്ട് നിങ്ങൾ അബ്രഹാമിൻ്റെ വിത്താണെന്നാണ് പറയുന്നു. ഓ ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിൻ്റേതായതുകൊണ്ട് ഞാൻ അബ്രഹാമിൻ്റെ വിത്താണെന്ന് വചനം എന്നെക്കുറിച്ച് പറയുന്നു. വിത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. വിത്തിന് എന്താ പ്രത്യേകത? വിത്ത് വീണാൽ വിത്ത് മുളയ്ക്കും. ഹല്ലേലൂയ. ഞാൻ അബ്രഹാമിൻ്റെ വിത്താണെന്ന് എന്ന് പറഞ്ഞാൽ അബ്രഹാമെന്ന് പറഞ്ഞ മരത്തിൽ നിന്ന് ഉണ്ടായ ഫലം, ആ ഫലത്തിനകത്ത് വിത്തുണ്ട്, ആ വിത്താ ഞാനെന്ന്. ഓ ഹല്ലേലൂയ. അപ്പം വിത്തിനെന്തോ ഉണ്ട്? വിത്തിന് മരത്തിൻ്റെ സകല ഗുണങ്ങളുമുണ്ട്. ഹല്ലേലൂയ. അപ്പം വിത്തായ ഞാൻ, വചനം അങ്ങനെയാണ് പറയുന്നത് അല്ലേ. നൗ ദാറ്റ് യു ബിലോങ് ടു ക്രൈസ്റ്റ് യു ആർ ദ ട്രൂ സീഡ് ഓഫ് ഏബ്രഹാം. ഗലാത്യർ 3:29 ആ വാക്യം മാത്രം ഒന്ന് വായിച്ചേ. ഇപ്പോഴോ നിങ്ങൾ ക്രിസ്തുവിലായത്. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും. മതി, അബ്രഹാമിന്റെ സന്തതി. ആ അബ്രഹാമിന്റെ സന്തതി ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ പറയുന്നത് നിങ്ങൾ അബ്രഹാമിന്റെ വിത്ത്, സീഡ്. ഹല്ലേലൂയ. അപ്പോൾ അബ്രഹാമിൻ്റെ വിത്താണെങ്കിൽ ഈ സീഡിനകത്ത് അബ്രഹാമിൻ്റെ ഗുണങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അപ്പൻ്റെ മകളാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ സകല ഗുണങ്ങളും എൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഞാൻ ക്രിസ്തുവിൽ വന്നപ്പോൾ ഹല്ലേലൂയ ഈ എന്ത് സംഭവിച്ചു? എൻ്റെ പാരമ്പര്യം മാറിപ്പോയിട്ട് അബ്രഹാമിൻ്റെ എല്ലാ ഗുണങ്ങളും ക്രിസ്തു യേശുവിലൂടെ എൻ്റേതായി തീർന്നു. ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കാം, അബ്രഹാമിനകത്തുള്ള ഗുണം എന്താണെന്ന്. അബ്രഹാമിൻ്റെ അനുഗ്രഹം നോക്കിയാൽ മതി. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിനകത്ത് അബ്രഹാമിനോട് പറയുക ദൈവം, അബ്രഹാമേ, ഞാൻ നിന്നെ ഒരു വലിയൊരു ജാതിയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേര് എല്ലാവരും അറിയും. അതൊക്കെ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്. പക്ഷെ അബ്രഹാമിൻ്റെ സ്വഭാവം നോക്കിക്കേ. അബ്രഹാം ദൈവം പറഞ്ഞത് അതേപടി വിശ്വസിച്ചു. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം എന്ത് വാക്ക് പറഞ്ഞോ അബ്രഹാം അതങ്ങനെ തന്നെ വിശ്വസിച്ചു. അബ്രഹാമിനകത്ത് വലിയ വിശ്വാസം കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അബ്രഹാമിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഹീ ഈസ് ദ ഫാദർ ഓഫ് ദ ഫെയ്ത്ത്. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ പിതാവായ എബ്രഹാം. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ വിത്ത് നമ്മളുടെ അകത്ത് കിടക്കുന്നു. അബ്രഹാമിൻ്റെ വിത്താണ് നമ്മൾ. എന്നിട്ട് വചനം പറയുന്നു, നാം അബ്രഹാമിൻ്റെ അവകാശികളും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അബ്രഹാമിലൂടെ ഉള്ളത് നമുക്ക് അവകാശപ്പെട്ടത്. സ്തോത്രം. കണ്ടോ, ഇന്ന് നാം ക്രിസ്തുവേശുവിലായതുകൊണ്ട് ഈ ഏബ്രഹാമിക് ബ്ലെസ്സിങ്സ് എല്ലാം എൻ്റേതാ. ഇന്ന് പറയണം, ഞാൻ ക്രിസ്തുവേശുവിലായതുകൊണ്ട് അബ്രഹാമിൻ്റെ സകല അനുഗ്രഹങ്ങളും എൻ്റെ മേലുണ്ട്.
ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ ഞാനൊരു അനുഗ്രഹമാക്കും, നിന്നെ ഞാൻ ബഹുജാതിയാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിന്നെ ശപിക്കുന്നവർ അവർ ശപിക്കപ്പെടും. ഹല്ലേലൂയ. നീ മൂലം ലോകത്തുള്ള സകല ഭവനങ്ങളും പേരെടുക്കും എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയെങ്കിൽ വചനം പറയുന്നു, ഹല്ലേലൂയ, നാം ക്രിസ്തുവിൻ്റേതായതുകൊണ്ട് അബ്രഹാമിലുള്ള സകല അനുഗ്രഹങ്ങളും സകല വാഗ്ദത്തങ്ങളും എൻ്റേതാ. സ്തോത്രം. ഇന്ന് വിളിച്ചു പറയണം, അബ്രഹാമിലുള്ള സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുയേശു വഴി എൻ്റേതാ. ഇന്ന് വിളിച്ചു പറയണം, ഞാൻ ക്രിസ്തുയേശുവിൻ്റെ അവകാശമാണ്. എൻ്റെ അകത്ത് പാപത്തിന് ഇടമില്ല, മരണത്തിന് ഇടമില്ല, തോൽവിക്ക് ഇടമില്ല, ഇരുട്ടിന് ഇടമില്ല, നിരാശയ്ക്ക് ഇടമില്ല. എൻ്റെ അകത്ത് ഞാൻ ക്രിസ്തുയേശുവിൻ്റേതായതുകൊണ്ട് എൻ്റെ അകത്ത് ജീവൻ്റെ ആത്മാവുണ്ട്, എൻ്റെ അകത്ത് ജീവനുണ്ട്, പ്രത്യാശയുണ്ട്, നന്മയുണ്ട്, ഉയർച്ചയുണ്ട്. എൻ്റെ അകത്ത് സ്വർഗത്തിലുള്ള സകല നിക്ഷേപങ്ങളുമുണ്ട്. എൻ്റെ അകത്ത് അബ്രഹാമിലിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുയേശു വഴി എൻ്റേതാണ്. ഞാനൊരു അനുഗ്രഹമാ. ഹല്ലേലൂയ. എന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ പേര് വലുതാകും. ഹല്ലേലൂയ. ഞാനൊരു ബഹുജാതിയാകും, ഞാനൊരു ബഹുസമ്പന്നനാകും, ഞാൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാകും. അബ്രഹാമിലുള്ള സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുയേശു വഴി എൻ്റേതാണ്. ഹല്ലേലൂയ. ഇന്നത് വിശ്വസിക്കണം. ദൈവവചനം ഗലാത്യർ 3:29 അത് ഇനിയും ആഴത്തിലെടുക്കാനുണ്ട്. പക്ഷെ ഇന്ന് ആ ചിന്തയിൽ നമുക്കൊന്ന് നിൽക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോഴോ ഞാൻ ക്രിസ്തുയേശുവിൻ്റേതായതുകൊണ്ട് ഞാൻ അബ്രഹാമിൻ്റെ വിത്ത്, ഞാൻ അബ്രഹാമിൻ്റെ സന്തതി. വിത്തിനകത്തുള്ള സകല ഗുണവും എൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. മരത്തിനകത്തുള്ള സകല ഗുണങ്ങളും എൻ്റെ അകത്തുണ്ട്. എൻ്റെ അകത്ത് മരത്തിന് കൊടുത്ത സകല അനുഗ്രഹങ്ങളും എൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. ഞാനൊരു അനുഗ്രഹമാണ്. എന്നെ പാപത്തിന് തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നെ മരണത്തിന് തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഞാനൊരു ജയമാ. ഞാൻ പോകുന്നിടത്തെല്ലാം ഞാൻ എൻ്റെ നൽഫലം കാഴ്ചവെക്കും. സ്തോത്രം. ഞാൻ പോകുന്ന ഇടങ്ങളിലെല്ലാം എന്നെ ജനം നോക്കിയിട്ട് പറയും, ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി. എൻ്റെ അടുക്കലേക്ക് ആൾക്കാർ വരും. ഹല്ലേലൂയ. ഞാൻ അറിയപ്പെടുന്നൊരു വ്യക്തിയായി തീരും. സ്തോത്രം. സകല അനുഗ്രഹങ്ങളും എൻ്റെ മേലുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ.